ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ പ്രഭാതം ഏറ്റവും ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ച നവംബർ മാസം 16-ാം തീയതി. നാം പതിവ് പോലെ ചെയ്യാറുള്ളത് പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച, അതായത് നവംബർ മാസം 10 മുതൽ ഇന്നലെ നവംബർ 15 വരെ പഠിച്ച വചനങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. കാരണം അത് ഓർത്തെടുക്കുമ്പോൾ, പഠിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ അഭിഷേകം, പുത്തൻ അഭിഷേകത്താൽ നാം നിറയും, പുത്തൻ അനുഗ്രഹം നമുക്ക് ലഭിക്കും. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. നവംബർ മാസം 10-ാം തീയതി പഠിച്ച വചനം പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വചനമായിരുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. അതായിരുന്നു വചനം. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? ചോദ്യമാണ്. 3 ചോദ്യമാണ്. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? കർത്താവിനെ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? 3 ചോദ്യങ്ങൾ. ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചത് ചരിത്രമില്ല. ദൈവത്തെ യഥാർത്ഥത്തിൽ വിളിച്ചപേക്ഷിച്ചവരെ കർത്താവ് മാറ്റി നിർത്തിയിട്ടില്ല. നവംബർ 11 സെഫാനിയയുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് സെഫനായ, ചാപ്റ്റർ 2 വേഴ്സ് 3, 2-ാം അധ്യായം 3-ാം വചനം. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവിൻ. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവിൻ. നീതിയും വിനയവും അന്വേഷിക്കുവിൻ. നീതിയും വിനയവും അന്വേഷിക്കുവിൻ. കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷേ അവിടുന്ന് നിങ്ങളെ മറച്ചേക്കാം. അതായത് വിനീത ഹൃദയരായിരിക്കുക, എളിമയുള്ളവരായിരിക്കുക, നീതിയിൽ ചരിക്കുക. ഇതൊക്കെ കർത്താവ് ആവശ്യപ്പെടുന്ന ഒന്നാണ്. ഇനി നവംബർ 12-ാം തീയതി പഠിച്ച വചനമാണ് സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇതൊക്കെ വിശ്വസിക്കണം, ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഈ വചനം നമ്മോട് ചേർത്ത് വെക്കണം, നാം ഏറ്റെടുക്കണം, അനുഗ്രഹം പ്രാപിക്കണം. ഇനി നവംബർ 13 നാഹൂം പ്രവാചകന്റെ പുസ്തകമായിരുന്നു. 1-ാം അധ്യായം 7-ാം വചനമാണ്. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ഇനി നവംബർ മാസം 14-ാം തീയതി കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇതിന് സംശയം വേണ്ടെന്നേ, യാതൊരു സംശയം വേണ്ട. ദൈവത്തിന് നമ്മെ അറിയാം, എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി അറിയാം. അതുകൊണ്ട് നാം വിചാരിക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. കർത്താവിൻ്റെ പ്രശ്നമാണോ? അല്ല, നമ്മുടേതായ പ്രശ്നമാണ്. സ്വാർത്ഥത ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാറ്റി ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവാന്വേഷകനായിക്ക്. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവിടുന്ന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും. ഇപ്പം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അതാണ് വചനം. ഇനി നവംബർ 15-ാം തീയതി ഇന്നലെ നാം പഠിച്ചത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ഉം 7-ഉം വചനങ്ങളാണ്. അത് വളരെ ശക്തമായൊരു വചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഇതായിരുന്നു നാം ഇന്നലെ പഠിച്ച വചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുക, ഓർത്തെടുക്കുക. വചനം കാണാതെ പഠിക്കുന്നതോടൊപ്പം ഇത് നമ്മുടേതാക്കി മാറ്റുക. അത് മാംസം ധരിക്കാൻ ഇടയാകട്ടെ. അനുഗ്രഹം പ്രാപിക്കുക. ആമേൻ.